ഹായ് ഡിയേഴ്സ്, ഞങ്ങൾ ആലുവ മണപ്പുറത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ ഞങ്ങൾക്കൊരു ചെറിയൊരു വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ചായക്കടയിൽ കയറി കോഫിയും സ്നാക്സും കഴിച്ചിട്ടാ. അധികമൊന്നും കഴിക്കാൻ തന്നില്ല. മുട്ട ബജി, മുളക് ബജി, കോളിഫ്ലവർ ഫ്രൈ അങ്ങനത്തെ മാത്രം കണസ സാധനങ്ങൾ കേട്ടോ കഴിച്ചത്. അങ്ങനെ നേരെ നമ്മുടെ ആലുവ മണപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ചായയോടും കാപ്പിയോടും ഒക്കെ ഇത്തിരി ഭ്രമം കൂടുതലാണ്. എന്നാൽ പിന്നെ എവിടെയെങ്കിലും നിർത്തി കുടിക്കാന്നുള്ളൊരു ജ്വരം വരും. അതെന്താണെന്ന് അറിയാം, അത് നിർത്തണം. അത് ഇത്ര നല്ല ശീലമാണോ എന്ന് ചോദിച്ചാൽ നല്ല ശീലമല്ല. അത് ഞങ്ങൾക്ക് സ്വതവേ അറിയണ കാര്യമാണ്. അതൊക്കെ നിർത്തണം, വഴിയെ നിർത്താം. അതിന് അവിടെ എത്തിയപ്പോൾ മഴക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പേടിയായിരുന്നു, അയ്യോ മഴ പെയ്യോ, കുടയൊന്നും എടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഇത്. പക്ഷേ മഴയൊന്നും പെയ്തില്ല. ആൾക്കാരും കുറവായിരുന്നു, അതേപോലെ കടകളും കുറവായിരുന്നു കേട്ടോ. കഴിഞ്ഞല്ലേ അതേ കടകൾ കുറവായിരുന്നു, അതേപോലെ തന്നെയാണ് ഈ പ്രാവശ്യം. അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്ന് ഒരു പെറ്റ് ഷോ കണ്ട്. അപ്പോൾ അവിടേക്ക് കയറാമെന്ന് പറഞ്ഞാൽ അപ്പൂനെ വലിച്ചിട്ട് പോകണ്ട. പക്ഷെ എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് ഇങ്ങനത്തോടൊന്നും അത്ര ഭ്രമമൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അത് തന്നെ അപ്പൂനോട് കയറാൻ പറഞ്ഞപ്പോൾ അപ്പു പറഞ്ഞാൽ ഇല്ല, ഒറ്റയ്ക്ക് കയറില്ല, വരുന്നുണ്ടെങ്കിൽ വാ ഒരുമിച്ച് കയറാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ റൈഡിൻ്റെ അടുത്ത് പോയി ഓരോന്നിൽ കയറാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകണ്ട. പക്ഷേ എനിക്ക് എന്തോ ഉഷാറുണ്ടായില്ല അന്നേരം. അങ്ങനെ അത് പിന്നെ കയറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ പോപ്കോൺ വാങ്ങിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാ ഫ്ലേവറിനും 4 ഫ്ലേവർ ഉണ്ടായി. അത് മൊത്തം വാങ്ങിച്ചിട്ടാണ് ഒരു ടിന്നിൽ 2 ഇട്ട് തന്നാ ചേട്ടൻ. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ എന്ത് ചെയ്ത് ഐസ്ക്രീം തിന്നാൻ പോയി. അത് പിന്നെ വേണമല്ലോ, ഇപ്പോൾ ചൂടല്ലേ. അപ്പോൾ പിന്നെ അത് കഴിച്ചു. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ പോരാന്ന് നേരത്തെ പായസം കണ്ട. അപ്പോൾ അപ്പൂന് കരിമണിയുടെ പായസം വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാനതും വാങ്ങിച്ചിട്ട്, എനിക്ക് ഇഷ്ടമല്ല, അത് എനിക്ക് നൈസായിട്ടുള്ളതാണ് ഇഷ്ടം. പിന്നെ അപ്പൂൻ്റെ ആഗ്രഹമല്ലേ, അതെങ്കിലും സാധിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടിട്ടാ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ഓക്കെ, ബൈ.